അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാ വർഷവും എന്ന പോലെ ഇത്തവണയും ഈ 2025 നബിദിനമാഘോഷത്തിന് മുസ്ലിയാക്കന്മാർക്ക് പല തെളിവുകളും കിട്ടിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു തെളിവാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അറിയപ്പെട്ട ഒരു പണ്ഡിതൻ്റെ പ്രിയപ്പെട്ട പുസ്തകത്തിൽ വഹാബികളോട് ചോദിച്ച ഒരു ചോദ്യമാണ്. അത് സ്ക്രീൻഷോട്ട് എടുത്ത് അതൊരു വലിയ പോസ്റ്റ് രൂപത്തിലാക്കി അതിനടിയിൽ ഒരു ക്യാപ്ഷനൊക്കെ കൊടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. പണ്ഡിതൻ മറ്റാരുമല്ല, പ്രഗത്ഭ പ്രേമപ്പാട്ട് സുൽത്താൻ ഷെയ്ഖുന ഷാഫി കൊല്ലം അവറുകളാണ്. മഹാനവറുകളുടെ പ്രശസ്ത ഗ്രന്ഥമായ ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതി വച്ച ഒരു ചോദ്യമാണ് പോസ്റ്റ് രൂപത്തിൽ അവർ പ്രചരിപ്പിച്ചത്. എന്താണ് ആ ചോദ്യം? അതാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ദീനിൽ പുതുതായി ഉണ്ടാക്കിയതൊക്കെ ബിദ്അത്താണെങ്കിൽ തിരുവഫാത്തിൻ്റെ 2 നൂറ്റാണ്ടിനിപ്പുറം പിറവിയെടുത്ത ഹദീസ് ഗ്രന്ഥത്തെ എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ 2ാം പ്രമാണമായി ഈ വഹാബികൾ അംഗീകരിക്കുന്നത്? സമസ്തക്കാരത് വലിയ നിധി കിട്ടിയതുപോലെ ഒരു പോസ്റ്റ് രൂപത്തിലൊക്കെ ആക്കി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. അതിന് കൊടുത്ത ക്യാപ്ഷൻ ഇങ്ങനെയാണ്: കൊല്ലം ഷാഫി വരെ വഹാബികൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരെയായി എന്നാണ് അതിന് കൊടുത്തിട്ടുള്ളത്. വലിയ ആവേശത്തോടെ തന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലും അതുപോലെ തന്നെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കൊണ്ടുപോയി അന്തംഗമികളായ സമസ്ത സൈബർ പോരാളികളും കുഞ്ഞാടുകളുമൊക്കെ പ്രചരിപ്പിച്ചു. പുസ്തകം സൈബർ പോരാളികൾ പിന്നെയും ഇങ്ങനെ പരിശോധിച്ചു കൊണ്ടേയിരുന്നു, എന്തെങ്കിലും പുതിയ തെളിവുകൾ കിട്ടുമോ എന്നൊക്കെ. അങ്ങനെ പരിശോധിക്കുമ്പോൾ വീണ്ടും അതാ അടുത്ത തെളിവ്. എന്താണ് അടുത്ത തെളിവ്? മഹാനായ ഷെയ്ഖുന ഷെയ്ഖുസ്സമാൻ ഷാഫി കൊല്ലം അവറുകളുടെ മഹത്തായ ഗ്രന്ഥമായ ഫേസ്ബുക്കിൽ അദ്ദേഹം കൊടുത്ത അടുത്ത വരികൾ ഇങ്ങനെയാണ്: മുഹമ്മദീയത്തിൻ്റെ ഓണാശംസകൾ. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട്, കൂടെ കുറേ ആളുകളൊക്കെയുണ്ട്. വളരെ ഭംഗിയായി പൂക്കളമൊക്കെ ഇട്ട് കുട്ടികളെ അടക്കമുള്ള ആളുകളൊക്കെ ഇരുത്തി ഭക്ഷണം കൊടുക്കുന്ന ഫോട്ടോയും കാര്യങ്ങളുമൊക്കെയുണ്ട്. ഇതും കൂടി കണ്ടതോടെ സമസ്തക്കാർ വലിയ ആവേശത്തിലായി. കാരണം ഇത്തവണ 2025 തന്നെ ഇങ്ങനെ ഒരു ഫത്വ വന്നതുകൊണ്ട്, ഇങ്ങനെ ഒരു ചോദ്യം വന്നതുകൊണ്ട് ഒരു വടിക്ക് 2 പക്ഷി എന്ന രൂപത്തിൽ ആവേശത്തോടെ നബിദിനമാഘോഷവും ഓണാഘോഷവും ഒക്കെ കെങ്കേമമായി തന്നെ ആഘോഷിച്ചു. ഓരോ പ്രദേശത്തുള്ള ആളുകളും അവരവരാൽ കഴിയാവുന്ന രീതിയിൽ പരമാവധി വഴിയാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് റോഡുകൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അതിഗംഭീരമായി DJ പാർട്ടികളെ പോലും വെല്ലുന്ന രൂപത്തിൽ വലിയ ആവേശത്തോടെ വലിയ ശബ്ദത്തിൽ പാട്ടുകളൊക്കെ വെച്ചുകൊണ്ട് കുപ്പായമൊക്കെ വലിച്ചൂരിക്കളഞ്ഞുകൊണ്ട് റിബണൊക്കെ കെട്ടി ഡാൻസും കൂത്തുമൊക്കെയായി അവർ നബിദിന റാലി കെങ്കേമമായി നടത്തി കാണിച്ചു. ചിലയിടങ്ങളിൽ സുന്നത്താക്കപ്പെട്ട ഈ വൈതടസ റാലിയിൽ മാവേലിയെപ്പോലും പങ്കെടുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ കൗതുകമുള്ള കാര്യമാണ്. ഷെയ്ഖുനയുടെ ഫത്വയുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആവേശത്തിന് ഒട്ടും കുറവും വന്നില്ല. ഷെയ്ഖുന ഷെയ്ഖുസ്സമാൻ പ്രേമപ്പാട്ട് സുൽത്താൻ ഷാഫി കൊല്ലം അവറുകളുടെ പല ഇബാറത്തുകളും നെഞ്ചിലേറ്റിയ 10,000-കണക്കിന് അന്തംഗമ്മികളായ സമസ്തക്കാർ വരും വർഷങ്ങളിൽ ഇതിനേക്കാളും ഗംഭീരമായി പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷവും ഓണാഘോഷവും ഒക്കെ കുഞ്ഞാടുകൾ കൊണ്ടാടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഷെയ്ഖുന ഷെയ്ഖുസ്സമാൻ പ്രേമപ്പാട്ട് സുൽത്താൻ ഷാഫി കൊല്ലം അവറുകളുടെ മഹത്തായ ചോദ്യത്തിലുള്ള മറുപടി നൽകാം. മഹാനവറുകൾക്ക് അറിയാമല്ലോ, ഹദീസ് എന്ന് പറഞ്ഞാൽ അത് പിൽക്കാലത്ത് ആരെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒന്നല്ല എന്ന്. പിന്നെ അതൊക്കെ ക്രോഡീകരിച്ച് ഒരു ഗ്രന്ഥരൂപത്തിലാക്കി എന്നുള്ളതാണ്. ഉണ്ടായ ഒന്നിനെ ഗ്രന്ഥരൂപത്തിലാക്കി എന്നല്ലേ അതിനർത്ഥമുള്ളൂ. അതല്ലാതെ ഇല്ലാത്ത ഒന്നിനെ പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയ കാര്യമൊന്നുമല്ലല്ലോ ഹദീസ് എന്ന് പറയുന്നത്. ഹദീസ് ഒരു ഗ്രന്ഥരൂപത്തിലാക്കി എന്നേ അതിനർത്ഥമുള്ളൂ. അത് മതത്തിലെ ഒരു ആചാരമോ അനുഷ്ഠാനമോ ഒന്നുമല്ല എന്ന് നമുക്ക് കൃത്യമായി അറിയാം. ഷെയ്ഖുന അദ്ദേഹത്തിൻ്റെ മഹത്തായ ഗ്രന്ഥമായ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു ചോദ്യം എഴുതി വെക്കുമ്പോൾ മറന്നുപോയത്, നബിദിനമാഘോഷത്തെക്കുറിച്ച് പറയാറുള്ളത് എന്താണ്? ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നും 2 പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നും ഖുർആനിലും ഹദീസിലും നിരവധി തെളിവുകളുണ്ട് എന്നൊക്കെയാണല്ലോ. അത് അദ്ദേഹം മറന്നുപോയത് കൊണ്ടാകാം ഇങ്ങനെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ടാകുക. ഞങ്ങളിവിടെ ബിദ്അത്താണ് എന്ന് പറയാൻ വേണ്ടി കാരണം എന്താണ്? ഈ നബിദിനമാഘോഷ കലാപരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് ഇത്രമാത്രം പ്രതിഫലമുണ്ട് എന്ന് മഹാനായ നമ്മുടെ നേതാവ് മുത്തുറസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കോ ആ മഹാനായ നേതാവിൽ നിന്ന് നേരിട്ട് ദീൻ കേട്ടിപ്പിടിച്ച സഹാബാക്കൾക്കോ ഉത്തമ തലമുറക്കാർക്കോ 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങൾക്കോ അറിഞ്ഞില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത് ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫല്യഫ്റഹു എന്ന് തുടങ്ങുന്ന ആയത്ത്, മഹാനായ ഷെയ്ഖുന ഷാഫി കൊല്ലം അവറുകൾ ഈ ആയത്തൊക്കെ ഓതാറുണ്ടാവുമല്ലോ. ഈ ആയത്ത് മഹാനായ നമ്മുടെ നേതാവ് മുത്തുറസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ സഹാബാക്കൾക്കോ ഉത്തമ തലമുറക്കാർക്കോ 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങൾക്കോ
അതുപോലെ തന്നെ ഒരുപാട് തഫ്സീർ ഗ്രന്ഥങ്ങളുണ്ടല്ലോ, ഷെയ്ഖുനാക്ക് അറിയാമല്ലോ അതൊക്കെ. അഹ്ലുസുന്ന അംഗീകരിക്കുന്ന ആധികാരിക തഫ്സീർ ഗ്രന്ഥങ്ങളിൽ എവിടെയും തന്നെ ഈ ആയത്ത് വെച്ചുകൊണ്ട് നബിദിനമാഘോഷത്തിന് തെളിവാണെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതും ഷെയ്ഖുനാക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഇതൊക്കെ കൊണ്ടാണ് സലഫികൾ നബിദിനമാഘോഷം ബിദ്അത്താണ് എന്ന് പറയുന്നത്. എന്നാൽ എന്തുകൊണ്ട് ഹദീസുകൾ ഗ്രന്ഥരൂപത്തിലാക്കിയത് ബിദ്അത്താണെന്ന് പറയുന്നില്ല എന്നുള്ളതിന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. റമദാൻ മാസമായി കഴിഞ്ഞാൽ നബിദിനവാദികളും നബിദിന വിരോധികളുമൊക്കെ അവരുടെ മസ്ജിദുകളിൽ വെച്ച് ജമാഅത്തായിക്കൊണ്ട് തന്നെ നമസ്കരിക്കുന്ന ഒരു നിസ്കാരമുണ്ടല്ലോ, തറാവീഹ് നമസ്കാരം. അത് പിൽക്കാലത്തുണ്ടായതാണല്ലോ. അത് ബിദ്അത്താണെന്ന് ആരും പറയാറില്ലല്ലോ. എന്തുകൊണ്ടാണെന്ന് ഷെയ്ഖുനാക്ക് അറിയാമല്ലോ. ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് തുടങ്ങിയതെന്ന് കൃത്യമായി അറിയാമല്ലോ. അത് പ്രവാചകൻ പഠിപ്പിച്ചതെന്നാണ് എന്നും ഷെയ്ഖുനാക്ക് അറിയാമല്ലോ. നിങ്ങളത് നേരത്തെ ബിദ്അത്താണോ എന്ന് ചോദിച്ച ഹദീസ് ഗ്രന്ഥങ്ങളിൽ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പക്ഷേ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനെക്കുറിച്ച് ബിദ്അത്തിന് ഹസന എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഭാഷാപരമായി പറഞ്ഞതാണ് എന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒന്നിനെ പിന്നീട് അത് വീണ്ടും സജീവമാക്കി എന്നേ അർത്ഥമുള്ളൂ. അതുകൊണ്ട് തന്നെ പിൽക്കാലത്തുള്ള ആളുകളൊക്കെ, വിശ്വാസികളൊക്കെ റമദാൻ മാസമായി കഴിഞ്ഞാൽ ജമാഅത്തായിക്കൊണ്ട് തറാവീഹ് നമസ്കരിക്കുന്നു. ആരും തന്നെ അത് ബിദ്അത്താണ് എന്നോ തെറ്റാണ് എന്നോ മോശമാണ് എന്നോ ഒന്നും തന്നെ വാദിക്കാറില്ല. എന്നാൽ നബിദിനമാഘോഷം അങ്ങനെയല്ല ഷെയ്ഖേ. അത് മുൻഗാമികൾക്ക് പരിചയം പോലുമില്ല എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വലിയൊരു ഷെയ്ഖിന്റെ സംസാരം കേൾക്കാം. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. അപ്പോൾ ഷെയ്ഖുനാക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അന്ന് ഹദീസുകളൊക്കെ ക്രോഡീകരിച്ച് ഒരു പുസ്തക രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എങ്കിൽ അത്തരം ഗ്രന്ഥങ്ങൾ ഇന്ന് PDF രൂപത്തിലും അല്ലാതെയും ചിപ്പുകളിലും ഇൻ്റർനെറ്റുകളിലും ഒക്കെയായി നമുക്ക് സുലഭമായി ലഭിക്കുന്നു. അതൊന്നും നിസ്കാരം പോലെ, നോമ്പ് പോലെ, ഹജ്ജ് പോലെ ആചാരമോ അനുഷ്ഠാനമോ അല്ല. അറിവുകൾ കൈമാറാൻ കാലഘട്ടത്തിനനുസരിച്ചുണ്ടാക്കിയ ചില മാറ്റങ്ങൾ മാത്രമാണ്. അത്തരം കാര്യങ്ങളൊന്നും ആരും തെറ്റായി കാണുന്നില്ല എന്ന് മാത്രമല്ല, അതിനൊക്കെ കൃത്യമായി അർഹിക്കുന്ന പ്രതിഫലം ലഭിക്കുമെന്ന് പറയുന്നതും പ്രതീക്ഷിക്കുന്നതും. ഇനി മഹാനായ ഷെയ്ഖ് അവറുകളോട് ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ മഹത്തായ ഗ്രന്ഥമായ ഫേസ്ബുക്കിൽ നിങ്ങൾ എഴുതി വെച്ച ഓണാഘോഷത്തെക്കുറിച്ചാണ്. നിങ്ങൾ ആ ആഘോഷത്തെ അംഗീകരിക്കുന്നത് കൊണ്ടാണല്ലോ നിങ്ങളുടെ മഹത്തായ ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തിയത്. ഇസ്ലാമിൻ്റെ 1-ാം പ്രമാണത്തിലോ 2-ാം പ്രമാണത്തിലോ 3-ാം പ്രമാണത്തിലോ 4-ാം പ്രമാണത്തിലോ ഇതിന് വല്ല രേഖയുമുണ്ടോ അറിയാൻ വേണ്ടിയാണ്. നിങ്ങളീ പറയുന്ന ഗ്രന്ഥങ്ങളൊക്കെ അംഗീകരിക്കുന്ന ആളാണല്ലോ. ഷെയ്ഖുനയുടെ ശ്രദ്ധയിലേക്ക് ഷെയ്ഖുനയുടെ കൂട്ടത്തിൽപ്പെട്ട ഷെയ്ഖുനയൊക്കെ അംഗീകരിക്കുന്ന ഒരു മാഞ്ഞാളം മുസ്ലിയാരുണ്ട്. ആ മാഞ്ഞാളം ഷെയ്ഖിൻ്റെ സംസാരം ഒന്ന് കേൾക്കാം. ഓണാഘോഷവും നബിദിനവും രണ്ടും പറ്റൂല. ക്രിസ്മസും നബിദിനവും അത് രണ്ടുമില്ല. ക്രിസ്മസ് വേറൊരു മതത്തിൻ്റെതാണ്, ഓണാഘോഷം വേറൊരു വിഭാഗത്തിൻ്റെതാണ്. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഒട്ടകത്തിന്റെ പാല് കുടിക്കുന്നില്ല. എന്തേ കാരണം എന്ന് വെച്ചപ്പോ മൂപ്പര് പണ്ട് യഹൂദി മതത്തിൽ നിന്നാണ് ഇസ്ലാമിലേക്ക് വന്നത്. യഹൂദി മതത്തിൽ ഒട്ടകത്തിന്റെ പാല് കുടിക്കരുതായിരുന്നു, അതുകൊണ്ട് ഇപ്പോഴും കുടിക്കണില്ല. അപ്പോഴാണ് ഖുർആന്റെ ആയത്തിറങ്ങിയത്, അലോ ഉദ്ഖുലൂ ബിസ്സിൽമി കാഫ, ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ ഫുള്ള് കയറിക്കൊള്ളണം. ഹാഫ് അത് മുട്ടാൻ പ്ലേറ്റ്, ചിക്കൻ ബിരിയാണി ഹാഫ്, ഇസ്ലാം ഫുൾ ഓപ്ഷനേ ഉള്ളൂ. ഓണാഘോഷമുണ്ട്, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് നബിദിന പരിപാടിയുണ്ട്, ക്രിസ്മസും ഉണ്ട്, പള്ളി പരിപാലനുണ്ട്. ഇതെവിടെ നട കിട്ടിയത്? പറ്റൂല മോനെ, പറ്റൂല. ഇസ്ലാം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, the received religion near the Allah, Islam only. അത് നമ്മുടെ ഖൽബിൽ ഉണ്ടാവണം. അപ്പൊ നമ്മുടെ സ്നേഹം അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. മാഞ്ഞാളം മുസ്ലിയാരുടെ ഈ വാക്കുകൾ ഷെയ്ഖുനയും ഷെയ്ഖുനയെ താലോലിക്കുന്ന ആളുകളുമൊക്കെ അംഗീകരിക്കുമോ ആവോ അറിയാൻ ആഗ്രഹമുണ്ട്. അംഗീകരിക്കുന്നു എന്നാണ് എങ്കിൽ ഷെയ്ഖുന അതിൽ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇസ്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞല്ലോ. ആ അള്ളാഹുവിൽ നിന്നുള്ള മതത്തിൽ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷമില്ല, ഓണാഘോഷം മാത്രമല്ല, വൈറൽ ഇസ്ലാമായ ആഘോഷങ്ങൾ മാത്രമല്ല, ഈ പറയപ്പെടുന്ന നബിദിനമാഘോഷം, ഇതിനീ പറയപ്പെടുന്ന മഹത്വം, ഇതൊന്നും അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. മഹാനായ നമ്മുടെ നേതാവ് സ്വന്തം ഇഷ്ടപ്രകാരമല്ല മതം പഠിപ്പിച്ചത്,
വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മതം പഠിപ്പിച്ചതെന്ന് നമ്മൾ അംഗീകരിക്കുന്ന വിഷയമാണല്ലോ. അതുകൊണ്ട് തന്നെ ശൈഖുനാനോട് പറയാനുള്ളത് ഇസ്ലാമിൻ്റെ ഒന്നാം പ്രമാണവും രണ്ടാം പ്രമാണങ്ങളൊക്കെ ആദ്യമൊന്ന് അംഗീകരിക്കാനും അതൊന്ന് മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുക. അല്ലാതെ ഒന്നും അറിയാതെ വെറുതെ മറ്റുള്ളവരുടെ മെക്കിട്ട് കയറാൻ വേണ്ടി വരരുത് എന്ന് തന്നെയാണ്. ന്യായങ്ങളും ന്യായീകരണങ്ങൾക്കും അപ്പുറം പ്രമാണങ്ങളുടെ പിൻബലമുണ്ടോ എങ്കിൽ നമുക്കത് സ്വീകരിക്കാം. അല്ല എങ്കിൽ നമ്മളത് തള്ളിക്കളയേണ്ടതാണ്. അതും പ്രവാചകൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്. നബിദിനം ആഘോഷം ഇത്രമാത്രം പുണ്യമുള്ള ഒരു കാര്യമാണ് എങ്കിൽ തീർച്ചയായും മഹാനായ നമ്മുടെ നേതാവ് നമുക്കത് ആഘോഷിച്ച് കാണിച്ചു തരും. 2 പെരുന്നാളിനെക്കുറിച്ച് കൃത്യമായി ഗ്രന്ഥങ്ങളിലുണ്ട്. എങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യണമെന്ന്, പ്രഭാതം മുതൽ പ്രദോഷം വരെ എങ്ങനെ ആയിരിക്കണമെന്ന് കൃത്യമായി പഠിപ്പിച്ചു തന്ന മഹാനായ നമ്മുടെ നേതാവാണ്. ആ നേതാവിൽ ഉത്തമമായ മാതൃക നമുക്കുണ്ട് എന്ന് നമ്മളൊക്കെ അംഗീകരിക്കുന്ന ഒരു വിഷയമാണ്. ആ പ്രവാചകനെ നേരിട്ട് കണ്ട് പ്രവാചകൻ്റെ കൂടെ ജീവിച്ച് പ്രവാചകനിൽ ദീൻ മനസ്സിലാക്കി സ്വന്തത്തേക്കാളേറെ പ്രവാചകനെ സ്നേഹിച്ച മഹത്തുക്കളായ സഹാബാക്കൾ, ആ സഹാബാക്കൾക്ക് പ്രവാചകരോടുണ്ടായ സ്നേഹത്തിൻ്റെ ഒരു അംശം പോലും നമുക്കാർക്കും ഇല്ല എന്നുള്ളതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ആ പ്രവാചകനെ അതിയറ്റ് സ്നേഹിച്ച സഹാബാക്കൾ ആഘോഷിച്ചിട്ടില്ലാത്ത, അവരൊന്നും മനസ്സിലാക്കിയിട്ടില്ലാത്ത സ്നേഹപ്രകടനങ്ങളും പുണ്യങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊന്നും നമ്മളും കൊണ്ടുവരരുത്. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന സർവ്വകാര്യങ്ങളും മഹാനായ നമ്മുടെ നേതാവ് പഠിപ്പിച്ചിട്ടുണ്ട്. നരകത്തെ തൊട്ട് തടയപ്പെടുന്ന സർവ്വകാര്യങ്ങളും മഹാനായ നമ്മുടെ നേതാവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന സർവ്വകാര്യങ്ങളും മഹാനായ നമ്മുടെ നേതാവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുൻഗാമികൾ പിൻഗാമികൾക്ക് വേണ്ടി ഒന്നും തന്നെ ബാക്കി വെച്ചിട്ടില്ല. അവർ ചെയ്തതെന്തോ, അവർ വിശ്വസിച്ചതെന്തോ, അവർ ആചരിച്ചതെന്തോ അത് തന്നെ മതി നമുക്കും. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത് പ്രമാണങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായി നമുക്കത് ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് ഗായകൻ ഷാഫി കൊല്ലം ഇതൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അന്ധമായി മുജാഹിദ് വിദ്വേഷം വെച്ചുകൊണ്ട് വിവരക്കേടുകൾ തങ്ങൾ ഫേസ്ബുക്കിലൊന്നും എഴുതി വെക്കരുത് എന്നാണ് പറയാനുള്ളത്. ഇതൊക്കെ വലിയ ആവേശത്തോടെ ഷെയർ ചെയ്ത കുഞ്ഞാടുകളോടും പറയാനുള്ളത്, പ്രമാണങ്ങളനുസരിച്ച് ജീവിച്ചാൽ അതാണ് യഥാർത്ഥ പ്രവാചക സ്നേഹം. അതല്ലാതെ എനിക്ക് തലയിലുദിച്ചത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ കാരണന്മാർ അങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും എന്നൊക്കെയുള്ള വാദങ്ങൾക്ക് ഒരു പ്രസക്തിയും ദീനിലില്ല എന്ന് മനസ്സിലാക്കുക. അള്ളാഹു മനസ്സിലാക്കുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.